രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ ബലാത്സംഗ കേസിലെ യുവതിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചേക്കും. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പ്രൊഫൈലുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയതിൽ 5ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ രാഹുൽ ഈശ്വർ ഇപ്പോൾ റിമാൻഡിൽ തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ 4ാം പ്രതിയായ സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഇത്തരത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുക. യുവതിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടിയിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പ്രൊഫൈലുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഈ കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ഇന്നായിരിക്കും സന്ദീപ് വാര്യറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചതിന് ശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ബലാത്സംഗ കേസിലെ യുവതിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന കേസിലാണ് ഇപ്പോൾ കോൺഗ്രസ് വക്താവായ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ.